ഹായ് ഹലോ, എന്തൊക്കെ എല്ലാവരും വിശേഷവും? ചക്ക സീസണൊക്കെ ആയി, എല്ലായിടത്തും ചക്കയൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയല്ലേ. അപ്പം നമ്മളിന്നൊരു ഇടിച്ചക്ക വെക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ ഏറ്റവും ഇളയ ചക്ക നോക്കിക്കാണ്ട് പറിച്ചിട്ടുണ്ട്. നല്ലോണം വിളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം നന്നായിട്ട് അതിൻ്റെ ആ ഒരു വിളഞ്ഞി നീരിങ്ങനെ ഒലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു കട്ടിംഗ് ബോർഡും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മൂർച്ചയുള്ളൊരു കത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് എണ്ണയൊക്കെ കയ്യിലാക്കി നന്നായിട്ടങ്ങ് പരട്ടിയിട്ടുണ്ട്. ആ ഒരു വിളഞ്ഞി കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൂടുതൽ ആ കത്തിയും കൂടെ ഒന്ന് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് മുറിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി പോവാം. ചൂട് നന്നായിട്ട് കൂടിയിട്ടുണ്ടല്ലേ. നമ്മുടെ നാട്ടിൽ ചൂട് കൂടി വരികയാണ്. അപ്പോൾ നല്ല അടിപൊളി ഒരു ഇടിച്ചക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കംപ്ലീറ്റ് കാണണേ. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ഒരു എന്താ പറയുക, കുറച്ച് വലുപ്പമുള്ള പീസാക്കിയിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. നേരെ നമ്മൾ മുറിച്ചെടുത്ത പീസുകളൊക്കെ നല്ലോണം ഒന്നും കൂടെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ കഴുകിയെടുത്ത പീസുകൾ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല. പൊന്തി കിടക്കുന്ന അത്രയൊന്നും ഒഴിക്കേണ്ട കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ മതി. അധികം വെന്തൊഴിക്കഴിഞ്ഞാൽ ഒന്നായിട്ട് എന്താ പറയുക, കറി പോലെ ആയിപ്പോവും. അപ്പോൾ ഒരുപാട് നേരം വേവേണ്ട, ഒറ്റ വിസിൽ വന്നാൽ മതി. ആ ഒരു വിസിൽ വന്ന് അതൊന്ന് ചൂടാറുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ എടുക്കാം. ഒരു മുറിയോളം തേങ്ങ ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3-4 പച്ചമുളക്, പിന്നെ കുറച്ച് നല്ല ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ചൂടും പ്രഷറൊക്കെ പോയി നല്ലോണം നല്ല ആവിയൊക്കെ പോയി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ മെല്ലെ തുറന്ന് നോക്കാം. കുക്കർ മെല്ലെ തുറന്ന് നോക്കിയപ്പോഴുള്ള ഒരു അവസ്ഥയാണ് ഇട്ടത്. നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് പച്ചയിൽ കഴിക്കാൻ, ഇത് ഇങ്ങനെ വേവിച്ച് പച്ചയിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ 2-3-4 പീസ് എടുത്ത് ഞാൻ അങ്ങനെ കഴിച്ചു കേട്ടോ. അതിനുശേഷം ഞാനൊരു ഫോർക്ക് വെച്ച് ഇങ്ങനെ കുത്തി നോക്കി കേട്ടോ. അപ്പോൾ പാകമായിട്ടുണ്ട്. ഞാൻ കുറച്ച്, അതായത് ഓരോരോ പോർഷൻ എടുത്ത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ആദ്യം ഒന്ന് അടിച്ചിട്ട് നോക്കി. അപ്പോൾ ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം മിക്സീൻ്റെ ഒരു ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുത്തു. അതാ പറയാം, ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഒരുപാട് നേരം അടിക്കേണ്ട, ക്രഷ് ചെയ്തെടുത്തു. അതിന് ശേഷമാണ് നമ്മൾ ഈ അരപ്പും അതുപോലെ തന്നെ മിക്സും കൂടെ ചേർത്തിട്ട് ഇളക്കാനുള്ളതാണ്. അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം കടുക് ഇട്ടെടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് 2-3-4 ചുവന്നമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് തേങ്ങയാണ് കേട്ടോ. തേങ്ങയുടെ ആ ഒതുക്കി വെച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക, തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരുപാട് വേണ്ട കേട്ടോ. പിന്നെ അതേ അളവ് തന്നെ കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. ആ ഒരു അരപ്പിൻ്റെ അതുപോലെ തന്നെ ആ മസാലയുടെ ഒക്കെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടും ചുവ മാറാൻ വേണ്ടിയിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിന് ശേഷം നമ്മൾ നേരത്തെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുള്ള ചക്ക നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചക്ക ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാ ഭാഗങ്ങളിലേക്കും തേങ്ങയും ആ അരപ്പൊക്കെ എത്തണം. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പൊടിയുപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. അപ്പം നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. വേറെ ഒന്നും വേണ്ട സത്യം പറയാലോ ചോറ് കഴിക്കാൻ. ഇത് മാത്രം മതി കേട്ടോ. വേണമെങ്കിൽ നമുക്ക് അച്ചയിലും കഴിക്കാം, അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. അപ്പം നല്ലോണം മിക്സ് ചെയ്തു. അപ്പം നമ്മുടെ ഇടിച്ചക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.